ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പക്ക ഡേഞ്ചർ കാര്യമാണ്. ശരി, 6-ാം മൈലുള്ള നമ്മളൊരു വീട് പൊളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സൈഡിലേക്ക് നമുക്കിപ്പോൾ ഒന്ന് പോകാം. ഇപ്പൊ ഈ ഒരു സൈറ്റാണ് നമ്മൾ ഇന്ന് ഇപ്പൊ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് നോക്കണ ഇത് ഓൾറെഡി ഇതേ കണ്ടീഷനിൽ നമ്മൾ പൊളിച്ചൊരു വേറൊരു സൈറ്റും ഉണ്ടായിരുന്നുണ്ടല്ലേ. ഈ സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ ഇവിടെ പൊളിച്ച് ഇപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ വീട് കൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ ഇതാണ് ആ വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. ഇതിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ പിക്ചർ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. आप इधर से ऊपर आए. നോക്കണേ ഇതിൽ ഇത്രയും പോർഷൻ ഓൾറെഡി കട്ട് ആയി. ഇനിയിപ്പോൾ ഈ കട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സ്ഥലത്ത് സൺഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ റൂഫിങ് വരുന്നത് തന്നെ വേറെ രീതിയിലാണ്. അതൊരു കുറച്ച് എന്താ പറയുക, നമുക്ക് ടുഡോ ടൈപ്പ് പോലെ തന്നെ വരുന്നൊരു റൂഫിംഗ് ആണ് വരുന്നത്. മേലെ ഒരു ഓട് കാര്യങ്ങളൊക്കെ ചില ശരീരത്തിൽ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ച് അങ്ങോട്ട് ചെറിയൊരു പോർഷൻ മാത്രം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ഏരിയകളൊക്കെ നമുക്ക് പോകും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പക്ക ഡേഞ്ചർ കാര്യമാണ്. കാണില്ല, ഇതിങ്ങനെ വേറെ ആരും ഈ ഇങ്ങനെയുള്ള സൈറ്റൊന്നും നമ്മൾ ആരെയും വിളിക്കാത്തതെന്ന് പറഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ തീർന്നു. കാരണം ഇതെല്ലാം കമ്പിയുടെ മേലെ നിൽക്കുന്ന കാര്യങ്ങളാണ്. അത്യാവശ്യം നമ്മൾ ഇങ്ങനെയുള്ള സൈറ്റുകളിൽ അതുകൊണ്ടാണ് ക്ലയൻറ്റിനോട് വരണ്ട, അധികം അത്യാവശ്യം ആരെങ്കിലും പുറത്തുനിന്നൊക്കെ വരുന്നതാണെങ്കിൽ വന്ന് നോക്കണ്ടെന്ന് പറയുന്നതിൻ്റെ കാര്യം ഈ ഒരു സംഭവമാണ്. നമ്മൾ ഈ സൈറ്റുകളിൽ കൂടുതൽ ഈ പൊളിച്ചുകൊണ്ടിരിക്കുന്ന സൈറ്റുകളിൽ അധികം ക്ലയൻറ്റിനോടായാലും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വന്ന് വരുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. പല ഭാഗങ്ങളും കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ക്ലയൻറ്റ് ഒന്ന് ജസ്റ്റ് പാസ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ഡേഞ്ചർ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലയൻറ്റിനെ പരമാവധി വർക്ക് കഴിഞ്ഞ സമയത്ത് വരിക. അതാണ് ഒരു ഈവനിങ് വരിക, അല്ലെങ്കിൽ മോർണിംഗ് വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്യുക. എല്ലാ സമയത്തും എന്ന് പറയുന്നത് കണ്ടില്ലേ, ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഓരോ പോർഷൻസ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ചില കോൺക്രീറ്റിൻ്റെ പീസുകളൊക്കെ കണ്ടില്ല, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടല്ലേ, അതൊക്കെ വീണതിനെ നമ്മൾ ശ്രദ്ധിക്കാണ്ടൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ഉണ്ടാക്കും. ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ വിഷ്വൽ എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് ഞാനിതിൽ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ലൈവായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റുകൾ ഈ സൈറ്റുകളാണ്.